ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു മഴ ദിവസമാണ്. അടിപൊളിയല്ലേ? മഴ ദിവസങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, വലിയ മഴയല്ല, ചെറിയ മഴ വന്നിട്ട് ഇനി വലിയ മഴയാകും. സോ നൈസ്. ഒരു 11 മണി സമയമായിട്ടുള്ളൂ. ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയണ്ടേ? ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കാം, അതാണ് മെയിൻ പ്ലാൻ. അപ്പോൾ സിമ്പിൾ ലഞ്ച് ആയാലോ എന്ന് ആലോചിക്കുക. സിമ്പിൾ ലഞ്ച് എന്ന് വെച്ചാൽ നോൺ വെജ് ആണ്. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചു. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബിരിയാണി, സിമ്പിൾ ബട്ട് ടേസ്റ്റി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. അപ്പോൾ ചിക്കൻ ഉണ്ട് ഇവിടെ, റൈസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ലഞ്ചിന് ബിരിയാണി ആക്കാം. അപ്പോൾ അടുക്കള ഭാഗത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പം മഴ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മഴ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു മഴയുണ്ട്. നൈസ്. ഇനിയിപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കിച്ചണിൽ കയറാം, ഒന്ന് മേലൊക്കെ കഴുകണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഇനി ഒന്ന് മേലൊക്കെ കഴിയിട്ട് കിച്ചണിൽ പോയി കുക്ക് ചെയ്യാം. കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് വയ്ക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഒരുവിധം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റ കാര്യം ഉണ്ടാക്കിയാൽ മതി, ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. കുറച്ച് ദിവസമായി. അപ്പോൾ ഇടയ്ക്കൊരു ദിണ്ടിഗൽ ബിരിയാണി ഉണ്ടാക്കി. അത് പക്ഷേ മാജിക്കോൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ വിചാരിച്ചു ഒരു ചിക്കൻ വറുത്ത ബിരിയാണി. സിമ്പിളാണ്, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, വറുത്ത ചിക്കൻ ബിരിയാണി. ഓക്കെ, അതാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പ്ലാൻ. അപ്പോൾ കോഴിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഞാൻ ഓൾറെഡി അടുപ്പിലിട്ടു, അരി വേവിച്ച് ഊറ്റുന്നതിന്. അതിനകത്ത് കുറച്ച് മസാല ഇടാം, കുറച്ച് ഹോൾ സ്പൈസസ് ആണ്. ഇതിപ്പോൾ കുറച്ച് ഏറെ വെള്ളം, ഇത് നമ്മൾ ഊറ്റിയെടുക്കുകയാണേ. നോക്കിക്കോളൂ, പട്ട പീസസ്. ഓക്കെ, ഒരു 3-4, അതായത് 2 വലിയ പീസ് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ ലെയേഴ്സ് ആണല്ലോ. പിന്നെ ജാതിപത്രി ഒരെണ്ണം, പിന്നെ ഗ്രാമ്പു 7 ഒരു തക്കോലം, 7-8 ഗ്രാമ്പു, 7-8 പിന്നെന്താ ഏലക്ക. ഇത്രയും കാര്യം ഇട്ടു. ഇനി ഒരു കാര്യം കൂടി ഇടാൻ പോകണു, നമ്മുടെ സാജീരകം. അതെനിക്ക് വളരെ ഇഷ്ടമാണ്, ഏത് ബിരിയാണിയിലിടാനും എനിക്കിഷ്ടമാണ് സാജീരകം. അതൊരു ടീസ്പൂൺ അതും കൂടി ഇടാം. ഓക്കെ, ചെറിയൊരു ടൈപ്പ് ജീരകമാണ്, ചെറിയ മധുരമുള്ള. ഓക്കെ, ഒരു ഏകദേശം 1.5 കിലോയുടെ കോഴി. ഇത് പക്ഷേ ഇന്നലെ മേടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുമായിരുന്നു. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് ഊറ്റിയെടുത്തു. ഇന്നലെ ആയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഫ്രഷ് ആയിരുന്നു. ഇനി അതിൽ കുറച്ച് മസാലയൊക്കെ ഒന്ന് പുരട്ടണം. അതായത് നമ്മളിനി ഇത് വറുത്ത് എടുക്കുന്ന കോഴിയാണല്ലോ. ഒരു 1/4 വരെ ആകാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഞാനെപ്പോഴും സ്റ്റാൻഡേർഡായിട്ട് ഒരു 1/2 ടീസ്പൂണാണ് എപ്പോഴും എടുക്കുന്നത്. അതെൻ്റെ ഒരു കണക്ക് അങ്ങനെയാണ്. മുളക് പൊടി ഏകദേശം ബിരിയാണി മുളകിൻ്റെ പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടീസ്പൂൺ എടുക്കുന്നു. ഓക്കെ, 5 എടുക്കാം. ഓക്കെ, 5 ടീസ്പൂൺ മുളക് പൊടി എടുത്തു. ഒരുപാട് വേണമെന്നില്ല. മല്ലിപ്പൊടിയും കുറച്ചെടുക്കാം, അതൊരു 3 ടീസ്പൂൺ മതി. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടിയാകാം, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് ഗരം മസാല പൗഡർ. ഇതിപ്പോൾ നമ്മൾ ഹോൾ സ്പൈസസ് ഒക്കെ അരിയിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇച്ചിരി ഉപ്പ് ചേർക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇതിനകത്തൊരു ഈർപ്പമുണ്ട്, അത് മതിയാകും. ഇല്ലെങ്കിൽ ഒരല്പം വെള്ളം കൂടി മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 30 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് നേരം ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറച്ച് നേരം, മിനിമം എനിക്ക് തോന്നുന്നത് ഇന്നലെ ഞാൻ പുരട്ടി വെച്ചിരുന്നെങ്കിൽ കറക്റ്റായിരുന്നേനെ. ഒരു ഓവർനൈറ്റ് മാരിനേഷൻ. ഇന്നിപ്പോൾ അത്രയ്ക്ക് സമയമില്ല, എന്നാലും ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലത്. അതിവിടെ ഇരിക്കട്ടെ, ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ എന്ത് പറയാൻ, നമ്മുടെ മോളീസ് ഗാർഡനിൽ നിന്ന് രമ്പ ഇല തൂക്കിയിട്ടുണ്ട്, 2 അതും കൂടി മുറിച്ചിടാം വെള്ളത്തിൽ. നമ്മുടെ ഫ്രഷ് രമ്പ ഇല, പാൻറ്റാൻ ലീവ്സ്. ഇതൊരു വേറെ ഫ്ലേവറാണല്ലോ, എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടും. 1 ഇട്ടാലും മതി, പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ 2. ഇത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം കേട്ടോ. അരി വെന്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാറ്റാം. ഇടണം നിർബന്ധമില്ലാതെ കിടക്കണമെന്ന്, അതിൻ്റെ ഫ്ലേവർ കിട്ടിയാൽ മതി. ഇതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി ഇടാൻ പോകുന്നു, അതും നമ്മുടെ സ്വന്തം കാര്യമാണ്, മോളീസ് ഗാർഡൻ്റെ സ്വന്തം പുതിന. എല്ലാം ഇപ്പോൾ ഉള്ളത് കൊണ്ട് അതൊക്കെ ഇങ്ങോട്ട് എല്ലാത്തിലും ചേർക്കുകയാണ്. നമ്മുടെ ബിരിയാണിയൊക്കെ ഇപ്പോൾ ലാവിഷ് ഡിഫറെൻറ്റ് സ്റ്റൈലിലൊക്കെയാണ് വരുന്നത്. വിത്ത് പുതിന, രമ്പയില, എല്ലാത്തിൻ്റെയും മണം വരട്ടെ.
അതിൻ്റെ ഒരല്പം മല്ലിയില. ഇനി മല്ലിയിലയും കൂടി നമുക്ക് മൂളീസ് കടലിൽ സെറ്റ് ചെയ്യണം. എൻ്റെ ഒരു ആഗ്രഹമാണ്. ഓക്കെ, അതും കുറച്ച് തണ്ടൊക്കെ വരുന്ന രീതിയിൽ കുറച്ച് മാറ്റിയിട്ട് കുറച്ച് ഇലയിടാം. കിടക്കട്ടെ എല്ലാം കൂടി നന്നായിട്ട് തിള വന്നിട്ട് നമുക്കത് റൈസ് ഇടാം. പിന്നെ 2-3 കാര്യങ്ങൾ ഞാൻ ചതച്ചെടുത്തു. പക്ഷേ ഈ റൂം മുഴുവൻ ഇപ്പോൾ എരിവാണ് കേട്ടോ. നല്ല സ്പൈസി മണം. ശരിക്കും പറഞ്ഞാൽ മൂക്കെല്ലാം നീറുന്നുണ്ട്. ബിക്കോസ് ഇത് പച്ചമുളക് ഒരു 12 എണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തു. ഓക്കെ, ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വരും, ടേബിൾ സ്പൂൺ കണക്കെടുക്കുകയാണെങ്കിൽ. അതുപോലെ വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂണും, ഇഞ്ചി കൂടുതൽ. ഇഞ്ചി ഞാൻ അരകല്ലിൽ വെച്ച് ചതച്ചെടുത്തു. വെളുത്തുള്ളി അതുപോലെ തന്നെ. സ്കിൻ അങ്ങനെ വലുതായിട്ട് മാറ്റിയില്ല. അതൊരു 2 ടേബിൾ സ്പൂൺ. പച്ചമുളക്, ഇത് കളറ് ചിലപ്പോൾ ഒന്ന് മാറും. കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒരു കളർ മാറ്റമുണ്ട് പച്ചമുളകിന്. 3 ടൊമാറ്റോ എടുത്തു, സ്ലൈസസ്. ഞാൻ ഇതിൽ തൈരൊന്നും ചേർക്കുന്നില്ല. ഈ ടൊമാറ്റോയുടെ ഒരു പുളി, കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുക, അത്രേ ഉള്ളൂ. എല്ലാ ബിരിയാണിയും ഒരുപോലെ ചെയ്യണമെന്നില്ലല്ലോ, നമുക്ക് മാറി മാറി ചെയ്യാം. അപ്പോൾ ഈ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ വറുത്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ തലേ ദിവസം പുരട്ടി ഫ്രീസറിൽ വെക്കേണ്ട, താഴെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഓക്കെ, ഒരു 1/2 കപ്പ്, 1/2 കപ്പോളം ഒഴിക്കാം. ഓക്കെ, ഇത് നല്ല മണമുള്ള ശുദ്ധമായ ഒരു വെളിച്ചെണ്ണ. ഇത് ഞാൻ വേറൊരു സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. നല്ലൊരു ഒറിജിനൽ ചക്കിലാട്ടി കിട്ടുന്ന അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ ഡീപ്പ് ഫ്രൈങ് അല്ല, ഷാലോ ഫ്രൈ ആണ്. മസാലയിൽ പൊതിഞ്ഞ ചിക്കൻ പീസസ് നമ്മളിങ്ങനെ വറുക്കും. എൻ്റെ ദൈവമേ, ആ എണ്ണയുടെ മണം എന്ന് പറഞ്ഞാൽ ചെറിയ മണമൊന്നുമല്ല. ഈ അടുക്കളയും ഈ വീട് മുഴുവൻ മണക്കും. അതാണ് ആ ഒരു ക്വാളിറ്റി ഓഫ് ഓയിൽ. ഇപ്പം ഇങ്ങനെ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു പ്രശ്നമാണ്. നമ്മൾ തന്നെ നാട്ടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെർജിൻ കോക്കനട്ട് ഓയിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ നമുക്ക് വിശ്വസിക്കാം. കുട്ടികളുടെ ദേഹത്തൊക്കെ തേക്കാൻ നമ്മൾ ഉണ്ടാക്കില്ല അതുപോലെ. ഓക്കെ, നമ്മുടെ ഇത് ലോങ് ഗ്രെയിൻ റൈസിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക്. ഇത് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ട് കുറേ നേരമായി, ഒരു 2 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ വേഗം. അത് കാരണം ഇതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. 2-2.5 കപ്പ് അല്ലെങ്കിൽ 3 കപ്പായാലും കുഴപ്പമില്ല. ഒരു കോഴിയുണ്ട്, ആവശ്യത്തിന് എടുക്കാം. ഞാനിപ്പോൾ നമുക്കിപ്പോൾ ഒരു നേരമൊന്നുമല്ല കേട്ടോ, 2 നേരം കഴിയും. ആക്ച്വലി നമുക്കിപ്പോൾ 2 പേരുണ്ടല്ലോ ഇവിടെ. നേപ്പാളിൽ നിന്നുള്ള 2 ആൾക്കാർ, സംഗീതയും സബിതയുണ്ട്. ചില ദിവസം ഇപ്പോൾ എൻ്റെ സ്പെഷ്യലൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും. സബിതയെ കൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. കുറേ നമ്മുടെ തനതായ നമ്മുടെ സ്റ്റൈലിലൊക്കെ. അവർക്ക് നേപ്പാളി ഫുഡെല്ലാം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അതൊക്കെ ഞാൻ മാക്സിമം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, എനിക്ക് ടേസ്റ്റ് ചെയ്യാനും അറിയാനും വേണ്ടിയിട്ട്. ബോയിച്ചേട്ടനും ഇഷ്ടപ്പെട്ടു അവരുടെ നേപ്പാളി സബ്ജീസും റോട്ടി, അതൊക്കെ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ തന്നെ നാടൻ കേരള ഫുഡൊക്കെ ഞാനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ കുട്ടിയെ. ഇപ്പോൾ ബിരിയാണിയൊന്നും അവർക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി അവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ബോയിച്ചേട്ടനുണ്ട്, ഞാനുണ്ട്, അവർ 2 പേരും ഉണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ നമുക്കിത് കുഴപ്പമില്ല. ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ആയിട്ട് എടുക്കാം. ഉച്ചയ്ക്ക് ഒരു പോർഷൻ കഴിഞ്ഞാൽ പിന്നെ രാത്രി ചപ്പാത്തിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെ ഇതിൻ്റെയും കൂടെ കുറച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ ഇതിലൊരു പ്ലാനിങ്. അപ്പോൾ ഇതിങ്ങനെ ചിക്കൻ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു സൈഡ് മുരി അങ്ങനെ ഓവർ മുരിയലല്ല, ഒന്ന് റെഡിയായി വരുമ്പോൾ തിരിച്ചിടാം. ഓക്കെ, ഇത് കിടന്നാൽ വേഗം. ഇത് മാറ്റിയിട്ട് അടുത്ത സെറ്റ് ഓഫ് ഇനി പകുതിയും കൂടി ഉണ്ട്, അതും കൂടി വറുത്തെടുക്കാം. ബൈ ദ ടൈം നമുക്കിവിടെ റൈസ് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ട് തുടങ്ങാം. ഓക്കെ, പാത്രമണി ഒന്ന് അടച്ചു വിടാം. ഞാനിതൊരു ഷൂട്ടായിട്ട് പ്ലാൻ ചെയ്തതല്ല, ഇന്ന് ഇങ്ങനെ ഒരു എലാബറേറ്റ് ഷൂട്ടിങ്. ഇത് എന്തായാലും ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കുക്കിംഗ് എന്തായാലും ഞാൻ ചെയ്യുമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ആ ഈ റെസിപ്പി യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല മണം, ഒരു രക്ഷയില്ല. ആ രമ്പയിലയുടെ സ്മെല്ലെല്ലാം കൂടി വന്നിട്ട് ഇറ്റ്സ് ടു ഗുഡ്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു പകുതി വേഗമാകുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഫുഡ് തിരിച്ചെത്തി. സൂപ്പ്. ദിസ് ഇസ് നോട്ട് സൂപ്പ്, ദിസ് ഇസ് റൈസ്. ദിസ് ഇസ് നോ ചിക്കൻ. ചിക്കൻ പൊടുമോളെ, ദിസ് ഇസ് ചിക്കൻ. ഇതെന്താ ഇത് നോക്കിയത്? ഇത് സൂപ്പ് എന്നാ പറയുന്നത്. ദിസ് ഇസ് നോട്ട് സൂപ്പ്, ദിസ് ഇസ് റൈസ്. ഓക്കെ, അരിയാണ് ഇത്. ചോറ്. എന്തമ്മാ
ചോറ് ചോറ് റൈസ്. ഓക്കെ, ദിസ് ഇസ് ചിക്കൻ. അയ്യോ ആയില്ല, ട്രൈ. ഐ വോണ്ട് ടു ട്രൈ. ആയില്ല, വേഗട്ടെ എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഐ ഗിവ് യു. ഓക്കെ, തരാം ഇപ്പഴല്ലമ്മ, ഇതായിട്ട് തരാം. പൊടുവിനെ ട്രൈ ചെയ്തേ പറ്റൂ. ഇറ്റ്സ് വെരി ഹോട്ട്. ഓ ഹോട്ട്. ഓക്കെ വെരി ഹോട്ട്. നോക്കട്ടെ. അയ്യോ നോക്കട്ടെ, അമ്മ ട്രൈ ചെയ്യാൻ തരാം. ഓക്കെ, ഇത് ചൂടെന്ന് പറഞ്ഞാൽ സൂപ്പർ ചൂടാണ്. ഓക്കെ, very I will try. It's how you will try. Okay, you try. It's hot. Okay, try. എന്താ വേണ്ടേ? അങ്ങോട്ട് ഇടണോ? ചൂട് കുഞ്ഞേ. അയ്യോ ഇറ്റ്സ് ഹോട്ട്. ട്രൈ ചെയ്തല്ലോ. തരാം. അമ്മ തരാം. ഏകദേശം കൈ പിടിക്കാൻ തരില്ല, ചൂട്. ഇറ്റ്സ് ഹോട്ട്. ഓക്കെ, ബിഗ്. ഇതിന്ന് ട്രൈ ചെയ്യണോ? തൊട്ട് നോക്ക്, ചൂടാ. ഹോട്ട്. അങ്ങനെ പറ്റില്ല, പൂട അങ്ങനെ പറ്റില്ല. ഇറ്റ്സ് ഹോട്ട്. അയ്യോ വേണ്ട. നോ ട്രൈ. ഇങ്ങനെയല്ല, പ്ലേറ്റിൽ വേറെ തരാം മാമ. ഓക്കെ, കുറച്ച് ഉപ്പ് ചേർക്കുന്നു. പെട്ടെന്നാകും, കാര്യം ഇത്രയും കുതിർന്നിരിക്കുന്നുണ്ട്. എന്നാൽ ഇച്ചിരി കൂടെ വേകാനുണ്ട്. ഒരു ചെറിയൊരു ദം ഇടുന്നുണ്ട്, അപ്പോൾ പിന്നെ ബാക്കി വേഗം അതിൻ്റെ കൂടെ ആകും. ഒന്നുകൂടെ തിളക്കട്ടെ. ഇത് ഏകദേശം നമ്മൾ ഊറ്റാറായി. അപ്പോൾ നമുക്ക് ഈ മേളിൽ നിന്ന് എക്സ്ട്രാ ഇങ്ങനെ, ചിലർക്കൊന്നും ഹോൾ സ്പൈസസ് കഴിക്കുന്ന ഇഷ്ടമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. എടുത്ത് മാറ്റാം. ആവശ്യത്തിന് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. സോ ഇതൊരു അധികം പറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. വെമ്പയിലയൊക്കെ മാറ്റാൻ വേണമെങ്കിൽ 1-2 പീസൊക്കെ കിടന്നാലും കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. മല്ലിയില കിടന്നോട്ടെ, അതിനെ ഉപദ്രവിക്കണ്ട. ഒരു സൈഡിൽ ചിക്കൻ വറുക്കുന്ന മണം, മറു സൈഡിൽ വെമ്പയിലയിൽ കിടന്ന് വേകുന്ന നമ്മുടെ റൈസ്. യെസ്, നമ്മൾ ഊറ്റുന്ന സമയമായി. ആ ഇലകളെല്ലാം ഇട്ടതുകൊണ്ട് റൈസിന് ചെറിയൊരു എന്താ പറയുക, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കിട്ടിയോന്നിരിക്കുന്നത് സംശയം. ഓക്കെ, റൈസ് റെഡി. ഓക്കെ, ഇതിവിടെ കിടക്കട്ടെ ഒരു സൈഡിലായിട്ട്. ലോങ് ഗ്രീൻ റൈസാണ് നമുക്ക് നല്ലത്. ഓക്കെ, പീസസ് എല്ലാം എടുത്ത് തുടങ്ങാം. അങ്ങനെ വറുത്ത കോഴി അല്ലെങ്കിൽ പൊടിച്ച കോഴീൻ്റെ മണം അതെല്ലാം നമ്മുടെ ബിരിയാണിയുടെ ഭാഗമാകാൻ പോവുകയാണ്. അപ്പോൾ എണ്ണ ആവശ്യം പോലെ ബാക്കിയുണ്ട്, അതിലേക്ക് തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന പീസസും കൂടി വറുക്കാം. ഫുൾ ചിക്കനും വറുത്തെടുത്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി എണ്ണയിലേക്ക് കുറച്ച്, ഇത്ര എണ്ണ ബാക്കിയുണ്ട്, എന്നാലും ഒഴിച്ച് 2 കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നോക്കിക്കോളൂ, ഞാൻ 1/2 കപ്പ് എണ്ണയാണ് ഒഴിച്ചത്, അതിലൊരു 1/4 കപ്പ് തീർന്നിട്ടുണ്ടാവും. വീണ്ടും ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നു. കുറച്ച് മതി, ഒരു 1.5-2 ടേബിൾ സ്പൂൺ അത്ര. വീണ്ടും തീ അല്പം ഒന്ന് കൂട്ടിയിട്ട് ഇതിലേക്കാണ് നമ്മൾ എന്താ ചെയ്യാൻ പോണേ, സവാള. ഇതൊരു 6 സവാളയുണ്ട്, മീഡിയം സൈസ്. കുറച്ച് മസാല വേണമല്ലോ, അത് കണക്കാക്കി ഒരു 6 സവാള എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ വറുത്ത എണ്ണയാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടാവും. വാവ്. പച്ചമുളകും, ഇത് ചതച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. കൂടോ കൂടെ വീണ്ടും എത്തിയോ? എന്തിനാവേ? ഇതെല്ലാം വാടിക്കുഴഞ്ഞ് വരുന്ന ഒരു പാകമാകട്ടെ. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം, ഒരുപാട് വേണ്ട, കുറച്ച്. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഒന്ന് വാടിക്കുഴഞ്ഞ് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അമ്മാമ്മ കുക്കിംഗ്, കുടു ഓൾസോ കുക്കിംഗ്. വാട്ട്? എന്താ വേണ്ടേ? ഇത് അയ്യോ, അവനൊരു തവി വേണമെന്നാണ് പറയുന്നത് ഇളക്കാൻ. ഓനെ ഇത് ചൂടാണ്,
ഓക്കെ, ഇറ്റ്സ് വെരി ഹോട്ട്. കുടുവിന് എന്താ കുക്ക് ചെയ്യണ്ടേ? What do you want? Yeah. Okay. Okay. കൈ പൊട്ടും. ആ, ഇവിടെ തട്ടിയാൽ മുറി പിന്നെ ചൂട് കൊള്ളും. അതായത് ചിക്കൻ. ഓക്കെ. അപ്പോൾ ഈ പച്ചമുളകൊക്കെ ഒന്ന് വാടി പച്ചച്ചു എല്ലാം മാറണം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാ കാര്യം ഇതൊന്നിച്ച് കിടന്ന് ആയിക്കോളും. ഓക്കെ, ഇത് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞ് വരട്ടെ. എന്നാലും നമുക്ക് ആവശ്യത്തിനൊരു മസാല വെക്കുന്നത്. സവാള എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു മസാലയുടെ എണ്ണയിൽ കിടന്നതുകൊണ്ട് കളർ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ടൊമാറ്റോ പീസസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞ് വരണം. അപ്പോൾ ഉള്ളിയെല്ലാം കുഴഞ്ഞ ഒരു പാകമായി കാണുന്നുണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് മല്ലിയുടെ തണ്ട് ഭാഗം ആദ്യം ചേർക്കാം. തണ്ടൊക്കെയുള്ള ഭാഗം ഇലയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം, റിസർവിൽ വയ്ക്കാം. പുതിനയും കൂടി ചേർക്കാം. മല്ലിയിലയൊക്കെ നമുക്ക് ലാവിഷായിട്ടുണ്ട്, പുതിനയും ഒക്കെ. കുറച്ച് മസാല ഇങ്ങനെ ബിൽഡപ്പായി വരും. അത് കാണുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാല അതായത് ടൊമാറ്റോ എല്ലാം ഇങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞു. യെസ്, സീത മസാല. ഉപ്പും കൂടി വേണം. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. എരിവ് വേണ്ടാത്തവർക്ക് 8 പച്ചമുളക് മുതൽ 8 മുതൽ 12 ഒരു കണക്ക്. ഞാനിച്ചിരി അധികം എരിവുള്ള മുളകല്ലായിരുന്നു, അതാണ് ഒരു 12 എടുത്തത്. അപ്പം ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തു. ഒരു വൗ ഫാക്ടറായി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയിൽ പൊതിഞ്ഞ രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഈ മസാലയിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ 3/4 മുതൽ 1 കപ്പ് നമുക്ക് നോക്കിയിട്ട്, അതായത് ഇങ്ങനെ വരണം. പൊതിഞ്ഞിരിക്കുന്ന കുറച്ചൊരു ഗ്രേവിയും കൂടി ഇങ്ങനെ വരുന്ന രീതിയിൽ ചിക്കനും കൂടി അതിനകത്ത് കിടന്നിട്ട് ആ മസാലയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക എന്നുള്ളതാണ്. ഒരു ചിക്കൻ മസാലയൊക്കെ നമ്മൾ ചെയ്യില്ല, അതുപോലത്തെ ഒരു പാകമാക്കി എടുക്കുക. ഇനി ഉപ്പ് നോക്കാം. യെസ്, ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിലൊക്കെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ആഹാ, വെരി ടേസ്റ്റി. യെസ്, കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യട്ടെ. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, എല്ലാ മസാലയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി നാരങ്ങ നീരും കൂടി ഒഴിക്കും. ഒരു ചെറിയ നാരങ്ങയുടെ നീര് ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ ആകും. അപ്പോൾ അതും കൂടി ആകുമ്പോൾ കറക്റ്റ്. മതി. ഇത് നമുക്ക് ദമ്മിടാം. ദമ്മിടാനായിട്ട് അതേ നോക്കിക്കോളൂ. താഴെ ഒരു ദോശക്കല്ല് പോലെ ഒരു പാൻ വെച്ചു. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചൂടുകട്ടിയുള്ള പാത്രമാണ്. എന്നിട്ട് കുറച്ച് നെയ്യ്, ഒരു 1-1.5-2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഒന്ന് ചൂടാകട്ടെ. ആ നെയ്യൊക്കെ ഉരുകി തുടങ്ങി. നമ്മൾ വേവിച്ച് വെച്ച റൈസിൻ്റെ പാർട്ട് ഒരു പകുതിയോളം ചേർക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഹോൾ സ്പൈസസ് ഒക്കെ കുറച്ച് മാറ്റാം. ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ വിത്ത് മസാല. ഇത് ആക്ച്വലി 4 കപ്പ് റൈസിനുള്ള മസാല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ 4 കപ്പ് റൈസിൽ തന്നെ ചെയ്തോളൂ, കൂടുതലുണ്ട്. ഞാനിപ്പോൾ ഒരു പകുതി എടുക്കുന്നുള്ളൂ. ബാക്കി മസാല ഞാൻ മാറ്റി വയ്ക്കുന്നു. ഇത്ര മതി. ബാക്കിയിരിക്കുന്ന റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ 2 കപ്സിന് മാത്രമാണ് ഞാൻ
2 cups ഓഫ് റൈസേ ഉള്ളൂ. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. മസാല ഈസ് മോർ ദാൻ എനഫ്. അപ്പോൾ പകുതി എടുത്തു, ഒരു പകുതി മാറ്റി. ഇത്രയും മതിയാക്കും. ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒന്നിച്ചങ്ങോട്ട് ഉണ്ടാക്കും ചിക്കൻ മസാല. അല്ലാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കുന്നൊരു സുഖമില്ല. കുറച്ച് മല്ലിയില ആൻഡ് പുതിന ലീവ്സ്. അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒന്നും ഇടുന്നില്ല, സിമ്പിൾ. ഇത് ശരിക്കും വളരെ കേറ്ററിംഗുകാരൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു നാടൻ ബിരിയാണിയാണ്. ഇനി കുറച്ച് വീണ്ടും കുറച്ച് നെയ്യ് ഇങ്ങനെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ്, അത് മതി. ഓക്കെ, ഇതിങ്ങനെ ഉരുകി താവോട്ട് പോയിക്കോളും. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ചൂടാകുമ്പോൾ സെറ്റാകും. ഒരല്പം പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ റൈസ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആകും. മുകളിലായിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കും. താവോട്ട് ഇറങ്ങിപ്പോയിക്കോളും. മുകളിലത്തെ റൈസ് അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവില്ല, കുറച്ചൊരു സോഫ്റ്റ്നെസ് കൂടുതൽ കിട്ടും. ഓക്കെ, ഇത്രയും മതി. ഇത് നമ്മൾ കളർ അങ്ങനെ ചേർക്കുന്നില്ല. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കി ഇങ്ങനെ ഡോട്ട് ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതൊന്ന് അടയ്ക്കാം. അടച്ചിട്ട് ഓക്കെ, ഇനി തീ കത്തിച്ച് ഇപ്പോൾ ചെറിയ തീ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പകുതി പോർഷനാണ് ഞാൻ എടുത്തത്. അതൊരു വലിയ കോഴിയാണ്, 1.5 കിലോയുടെ കോഴിയായിരുന്നു. അപ്പോൾ എൻ്റെ പകുതി എടുത്തു, 2 കപ്പ് റൈസിൽ ചെയ്തു. ഇനി ഈ കോഴി വെച്ചിട്ട്, കോഴി വിത്ത മസാല വെച്ചിട്ട് വീണ്ടും 2 കപ്പ് റൈസ് വേണമെങ്കിൽ വേവിച്ച ഇതുപോലെ ഒരു സെറ്റും കൂടി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിന് ഇത് മതി. ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും. ഇത് വേണമെങ്കിൽ ഇങ്ങനെ മസാലയായിട്ട് തന്നെ വേണമെങ്കിലും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം, നല്ലതായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ബിരിയാണിക്ക് അടുത്ത ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എയർ ടൈറ്റ് ആയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പിന്നെ ഇങ്ങനെ മാവൊന്നും ചുറ്റി ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് അകത്തേക്കോ പുറത്തേക്കോ ഒന്നും പോലെ എല്ലാം നല്ല ടൈറ്റായിട്ടായിരിക്കുന്നത്. ഒരു ഓളുള്ളതും കൂടി അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ലോ ഫയർ, നമ്മളൊരു മീഡിയം ഫ്ലെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല, ഇത് റെഡിയായി വരും. അപ്പോൾ ഞാനിങ്ങനെ ഒരു കോഴി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇതൊരു 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഓക്കെ, പിന്നെ ഇത്രയും ഒരു കോഴി വെച്ച് നമുക്ക് ഒരു 10-12 പേർക്കുള്ള സംഭവം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം 1 കിലോ റൈസിന് ഈ കോഴി ഓക്കെയാണ്. 1 കിലോ റൈസ് ഞാൻ 1 കിലോ എടുത്തിട്ടില്ല. ഞാൻ 1 കിലോയ്ക്ക് പകരം 2 കപ്പ് അളന്നാണ് എടുത്തത്. 1 kg മീൻസ് അത് ബാക്കിയും കൂടെ ഉണ്ടാക്കിയാൽ ഈ പാത്രത്തിനെക്കാട്ടിലും കൂടുതലാകും. മാത്രമല്ല അത് കഴിക്കാനായിട്ട് അതിന് വേണ്ടി ആൾക്കാരില്ല. ഞങ്ങൾ 3-4 പേരല്ലേ ഉള്ളൂ ഒരു നേരം കഴിച്ചാൽ. പിന്നെ രാത്രി ചപ്പാത്തിയാണ് പൂച്ചേട്ടന് കൂടുതൽ ഇഷ്ടം. പിന്നെ മസാല ഈസ് ഹിയർ. വേണമെന്നുണ്ടെങ്കിൽ ഈ മസാല തന്നെ ചപ്പാത്തിയുടെ സൈഡായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അത് എന്ത് ബുദ്ധി എന്നാലോചിച്ചു, എൻ്റെ ബുദ്ധി. ഒറ്റ കാര്യം കൊണ്ട് 2 സംഭവം നടത്തി. രാത്രിത്തെ പരിപാടി നടക്കും, ഉച്ചയ്ക്കലത്തെ ലഞ്ചും നടക്കും. സിമ്പിൾ. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല. ഇനി ഇത് കഴിഞ്ഞാൽ ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ചെറിയ ദമ്മിൽ കിടക്കട്ടെ, ചെറിയ ഫ്ലെയിമിൽ അടിയിൽ. അത് ഞാൻ തീ ഓഫ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തോ കട്ട് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും എടുത്ത് സെർവ് ചെയ്യാം. റൈത്ത, പിക്കിൾ, പപ്പട്സ്. അപ്പോൾ ഇത് ആക്ച്വലി പറഞ്ഞാൽ ഇങ്ങനെ വറുത്തുണ്ടാക്കണ ചിക്കൻ ബിരിയാണി ഇങ്ങനത്തെയൊക്കെ കേറ്ററിംഗുകാരുടെ ഒരു നാടൻ ശൈലിയാണിത്. തനി നാടൻ മസാലയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുന്നത് നല്ലതാണ്. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നല്ല രസമായിട്ട് ചെയ്യാം, ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് സ്പൈസി ആയിരിക്കും, അത്യാവശ്യം എരിവും ഒക്കെ ഉണ്ടാവും, നിറയെ മസാലയൊക്കെ ഉണ്ടാവും. സലാഡും പപ്പടവും ഒക്കെ ആയിട്ട് കഴിച്ചാൽ മതി. അച്ചാറൊന്നും വേണ്ടി വരില്ല. നല്ലൊരു നാരങ്ങ വെള്ളം മിൻറ്റിട്ട് കഴിക്കും, മിൻറ്റിട്ട് നല്ല തണുത്ത നാരങ്ങ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റെഡി ആകട്ടെ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞു. നന്നായിട്ട് അതിനകത്ത് സ്റ്റീമൊക്കെ കയറി സെറ്റ്. ഓക്കെ, ഇനി തീ ഓഫ് ചെയ്യാം. യെസ്, എന്താ വേണം. വാവ്, വാട്ട് എ സ്മെൽ. നല്ല ഫ്ലേവർ. സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാമല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ആവശ്യാനുസരണം വിളമ്പാൻ പറ്റും. ഓക്കെ, മസാലയും റൈസും കൂടി ചേർത്തെടുത്താൽ മതി. യെസ്, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ 1-2 പീസ് എടുക്കുക. ഇത് മസാല, പിന്നെ കുറച്ച് റൈസ്. ഇതിപ്പോൾ ചിക്കൻ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇതിലിപ്പോൾ ഫ്രൈഡ് ഓണിയൻ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഒക്കെ ചേർക്കുകയാണെങ്കിൽ അങ്ങനെയാവാം.
നന്നായിട്ട് അമർത്തി കൊടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഞാനിത് ഡിമോൾഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഇതൊരു നല്ല ക്വാണ്ടിറ്റി, ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ്. ഇനി ബാക്കിയത് അതിനകത്ത് ആവശ്യം പോലെ ഉണ്ട്. എടുക്കുമ്പോൾ അങ്ങനെ എടുത്താൽ മതി. ദ മസാല ആൻഡ് ദ റൈസ് ആൻഡ് ദ ചിക്കൻ കാണുന്നുണ്ടല്ലോ. അടച്ച് വയ്ക്കാം. ചൂട് പോണ്ട. ഓ, ഹാവി പറക്കുന്ന ബിരിയാണി. വാവ്, ഇതിൽ കൂടുതൽ എന്ത് വേണം എനിക്ക്. ഹാപ്പി. ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇത് ശരിക്കും നല്ലൊരാൾക്ക് കഴിക്കാനുള്ളൊരു അത്രയുണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെ ആവി പറന്നുകൊണ്ടേയിരിക്കുന്നു. വാവ്, ചൂട് 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 ബിരിയാണി. ആണ് നമ്മുടെ ബിരിയാണി. നോക്കൂ, മസാല ആവശ്യത്തിനുണ്ട്. ചിക്കൻ ഒരു 3 പീസ് ഞാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, ആൻഡ് ആവശ്യമുള്ള റൈസ്. 3 ഇല്ല കേട്ടോ, 2 ഉള്ളൂ. ഞാൻ വെച്ച 3 പീസ് വെച്ചു. സോറി, പിന്നെ ഈ ഒരു പീസും കൂടെ എടുത്ത് വെക്കാമല്ലോ. ഓക്കെ, ദിസ് ഇസ് ദ ടേസ്റ്റ് പറയട്ടെ. ഇത്രയും ബിരിയാണിയൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. വാവ്, സൂപ്പർ, യമ്മി, ഗംഭീരം. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണി. അപ്പോൾ ഇത് ടുഡേയ്സ് ലഞ്ച് റെഡി. പുടുമോളെ വെച്ചാണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ബ്രേക്കായി ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നു, ഇടയ്ക്ക് കുഞ്ഞിങ്ങോട്ട് വരുന്നു, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ.